ഹായ് ഹലോ, ഇറ്റ്സ് മി ശിൽപ ജേസൺ. ഞാനിന്നിപ്പോൾ ഉള്ളത് ഡൽഹി മെട്രോ സ്റ്റേഷനിലാണ്. താജ്മഹൽ കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഡൽഹിക്കാണ് വന്നത്. ഡൽഹിയിൽ വന്ന് ഇവിടെ ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തതിന് ശേഷം കുളിച്ച് ഫ്രഷായി ഡൽഹി മെട്രോ ഒന്ന് കയറി കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പ്ലാൻ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ മെട്രോ സ്റ്റേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇതൊക്കെ ഒരു ലൈഫിലൊരു എന്താ പറയുക, നമുക്ക് എപ്പോഴും കിട്ടുന്ന ചാൻസ് ഒന്നുമല്ലല്ലോ മെട്രോയിലൊക്കെ കയറാമെന്നുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറുന്ന ടിക്കറ്റൊക്കെ എടുത്തത് ആ സ്റ്റേഷനിൽ, അതായത് നമുക്ക് ഏത് സ്റ്റേഷനിലാണ് ട്രെയിൻ കിട്ടുന്നത് അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്നൊരു ട്രെയിനാണ് കേട്ടോ. ഇത് പിങ്ക് ലൈനിൽ കൂടെ പോകുന്നതാണ്. ഡൽഹി മെട്രോയിൽ പല ലൈൻസ് ഉണ്ട്, അതായത് പിങ്ക് ലൈൻ, യെല്ലോ ലൈൻ, ബ്ലൂ ലൈൻ, അങ്ങനെ പല ലൈൻസ് ഉണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അറിയില്ല. അവിടെ കണ്ടത് വെച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവരത് ക്ഷമിച്ചു വിട്ടേക്കുക. കാര്യം എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ പോയൊരു അനുഭവത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ ട്രെയിൻ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന ട്രെയിൻ ഞങ്ങൾക്ക് വന്നതാണ് കേട്ടോ. ഈ നിർത്തുന്ന ട്രെയിൻ ഞങ്ങൾക്ക് വന്നതാണ്. നേരത്തെ ഒരു ട്രെയിൻ കാണിച്ചായിരുന്നു, അത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്ന ട്രെയിനാണ്. നമ്മൾ പോകാൻ പോകുന്നത് പിങ്ക് ലൈനിൽ കൂടെയാണ്. അങ്ങനെ ഞാനിപ്പോൾ അത് കയറാൻ പോവാണ്. വലത് കാല് വെച്ച് ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് നന്നായിട്ട്. അങ്ങനെ കയറി മെട്രോയിനകത്ത് കയറി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ് അത് കാണാനായിട്ട്. നമ്മൾ നോർമലി ട്രെയിനിൽ പോകുന്നൊരു ഫീലല്ല മെട്രോയ്ക്കകത്ത് കയറി. ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്താണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് വേറൊരു പ്രത്യേകത തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TTR വരത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇറങ്ങുന്ന സ്ഥലം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ബാക്ക് വ്യൂ ആണ് കേട്ടോ. ഈ ട്രാക്ക് നമ്മൾ സൂം ചെയ്തെടുത്തേക്കുന്നത്, അതായത് ബാക്ക് ഗ്ലാസ്സിൽ കൂടെ സൂം ചെയ്തെടുത്തേക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ഇങ്ങനെ കേൾക്കാൻ പറ്റും. നമുക്കിങ്ങനെ നോക്കി ഇരിക്കണ്ടേ എവിടെയാണ് ഇറങ്ങേണ്ടതെന്നുള്ളത്. അതാ ഈ കാണുന്നതൊക്കെ താഴെ റോഡാണ്. പോകുന്ന വണ്ടികളൊക്കെയാണ് ഈ കാണുന്നത്. ഒരുപാട് ഇങ്ങനെ ഈ ഫുൾ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇറ്റ്സ് മി ശിൽപ ജേസൺ സൈനിങ് ഔട്ട്. താങ്ക് യു.